നമസ്കാരം. പുതുമുഖങ്ങൾക്ക് എന്നും അവസരം നൽകുന്ന പാർട്ടിയാണ് ബി.ജെ.പി. അടുത്തിടെ സമാപിച്ച 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. മിന്നുന്ന വിജയമാണ് സ്വന്തമാക്കിയത്. മധ്യപ്രദേശിൽ അധികാരം നിലനിർത്തിയപ്പോൾ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസിനെ തറപറ്റിച്ചാണ് ബി.ജെ.പി. ഭരണം പിടിച്ചെടുത്തത്. ഇതിനു പിന്നാലെ 3 സംസ്ഥാനങ്ങളിലേക്കും മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുത്തതും ഏവരെയും ഞെട്ടിച്ചിരുന്നു. മുതിർന്ന നേതാക്കളെയും ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടവരെയും തഴഞ്ഞ് പുതുമുഖങ്ങളെയാണ് ബി.ജെ.പി. 3ഇടത്തും മുഖ്യമന്ത്രിമാരായി തെരഞ്ഞെടുത്തത്. രാജസ്ഥാനിൽ ഭജൻലാൽ, മധ്യപ്രദേശിൽ മോഹൻ യാദവ്, ഛത്തീസ്ഗഡിൽ വിഷ്ണുദേവ് സായ് എന്നിവരെയാണ് ബി.ജെ.പി. മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത്. ഇത് പല രാഷ്ട്രീയ നിരീക്ഷകരെയും ഞെട്ടിക്കുന്നതായിരുന്നു. എന്നാൽ ഇതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. മുഖ്യമന്ത്രിമാരായി പുതുമുഖങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള ബി.ജെ.പിയുടെ നീക്കം പുതിയ പ്രവണതയല്ലെന്നും പാർട്ടിയുടെ ഈ രീതിയിലെ ഏറ്റവും നല്ല ഉദാഹരണം താനാണെന്നും നരേന്ദ്രമോദി പറയുകയുണ്ടായി. പ്രമുഖ മാധ്യമത്തിന് നൽകിയ ഒരു പ്രത്യേക അഭിമുഖത്തിലായിരുന്നു നരേന്ദ്രമോദി ഇക്കാര്യം വ്യക്തമാക്കിയത്. ബി.ജെ.പിക്കുള്ളിലെ ഈ രീതിയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഞാൻ. ഗുജറാത്ത് മുഖ്യമന്ത്രിയായപ്പോൾ എനിക്ക് മുൻ ഭരണപരിചയം ഉണ്ടായിരുന്നില്ല. നിയമസഭയിലേക്ക് പോലും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നില്ല. 2001 കേശുഭായി പട്ടേലിന്റെ പിൻഗാമിയായി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി മോദി അധികാരമേറ്റത്. പിന്നീട് 4 മാസത്തിനു ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ബി.ജെ.പി. വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെന്നും കേഡർ അടിസ്ഥാനമാക്കിയുള്ള പാർട്ടിയാണ് ബി.ജെ.പി. എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഒരേ സമയം ഒന്നിലധികം തലമുറകളെ വളർത്തിയെടുക്കാനുള്ള കഴിവ് ബി.ജെ.പിക്കുണ്ട്. ബി.ജെ.പിയുടെ അധ്യക്ഷന്മാരെ നോക്കൂ. ഓരോ വർഷവും പുതിയ മുഖങ്ങൾ നിങ്ങൾ കാണും. ഗുജറാത്ത് മന്ത്രിസഭയിലേക്കും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കും പാർട്ടി പുതുമുഖങ്ങളെ തെരഞ്ഞെടുത്തതായും അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യത്തിൽ പുതിയ തലമുറകൾക്ക് അവസരം നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ ജനാധിപത്യ ചർച്ചയാണ് ജനാധിപത്യത്തെ ഊർജ്ജലമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കുടുംബാധിപത്യം അടിസ്ഥാനമാക്കിയുള്ള പാർട്ടികൾ ഈ ജനാധിപത്യ ഭരണം ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം പരിഹസിച്ചു. ഇന്നത്തെ മറ്റു പാർട്ടികൾ ഭൂരിഭാഗവും കുടുംബാധിപത്യ പാർട്ടികളാണ് എന്നതിനാൽ 3 ഹിന്ദി ഹൃദയഭൂമി സംസ്ഥാനങ്ങളിലേക്ക് ബി.ജെ.പി. പുതിയ മുഖങ്ങളെ തെരഞ്ഞെടുത്തത് ഒരു പുതിയ പ്രവണതയായി കണക്കാക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. ബി.ജെ.പി. ചൈതന്യമുള്ളതാക്കുകയും പ്രവർത്തകർക്കുള്ളിൽ അഭിലാഷങ്ങളും പ്രതീക്ഷകളും ജ്വലിപ്പിക്കുകയും ചെയ്യുന്നു എന്നത് ജനാധിപത്യ കലഹമാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. കഠിനാധ്വാനത്തിലൂടെ തങ്ങൾക്കും പാർട്ടിയിൽ ഉയരാൻ കഴിയുമെന്ന് അവർ കരുതുന്നു എന്നും മോദി പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.